എല്ലാവർക്കും നമസ്തേ. സമ്മിക് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ശൂന്യതയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ശൂന്യ അല്ലെങ്കിൽ ശൂന്യത നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭാരതീയ ജ്ഞാന പരമ്പരയിൽ എന്താണ് ഈ ശൂന്യ എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാതിലുള്ള ഒരു അവസ്ഥയല്ല. പക്ഷെ എന്താണ് നമ്മൾ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തി, നമ്മളൊക്കെ പൂർണ്ണരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്ന ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ആ ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണല്ലോ. അതായത് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് ഒന്നിനോടും ഒരു കാര്യങ്ങളോടും നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നാതെ, ആരോടും എന്താണ് ഒരു വൈരാഗ്യമോ വിരോധമോ ഒന്നും തോന്നാതെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനന്തമായിട്ടുള്ള ഒരു ആനന്ദം അല്ലെങ്കിൽ ആ ഒരു എല്ലാ സഹജീവികളോടും ഉള്ള ആ ഒരു സ്നേഹം, ഇതൊക്കെയാണ് നമുക്ക് അവിടെ ശൂന്യ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മൾ സമ്മിക് ലൈഫിൽ നമ്മൾ താമരയുടെ ഉദാഹരണം പറയാറുണ്ട് അല്ലെ. അതായത് താമര എത്ര മോശപ്പെട്ട അവസ്ഥയിൽ വളർന്നു വന്നാലും അതെന്താണ് ആ പ്രതിസന്ധിയിലും അത് ആ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിന്റെ അടുത്തോട്ട് അബ്സോർവ് ചെയ്യാതെ അത് ബാക്കിയുള്ളവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ അതവിടെ പൂത്ത് നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെ. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും അല്ലെങ്കിൽ എന്ത് ചലഞ്ചസ് വന്നാലും നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതെ, അതേപോലെ തന്നെ നമുക്ക് ഭയമോ അതേപോലെ തന്നെ ദേഷ്യമോ അഹങ്കാരമോ ഒന്നും തോന്നാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഓരോ ചലഞ്ചസ് നമ്മളുടെ ഒരു അവസരമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരിക. അപ്പൊ അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള ആ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ പവർ നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കണം. ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തക്ക രീതിയിലുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ബോധം, ആ യഥാർത്ഥ ജ്ഞാനം നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ശാന്തമാക്കണം. അപ്പൊ ഈ മനസ്സ് ശാന്തമാക്കണമെന്നുണ്ടെങ്കിൽ പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് നമ്മളുടെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ശാന്തമാവുന്നു, അല്ലെങ്കിൽ ശൂന്യമാകുന്നു. അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ചിന്താഗതിയിലോട്ട് നമ്മൾ വരികയും നമുക്ക് വളരെയുള്ള ശാന്തിയും സമാധാനം ഒക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ശൂന്യ അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയുന്നത്.